റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ അത്ര നല്ലതല്ലാത്ത രീതിയിൽ ത്രെഡ് ചെയ്തത് കാരണം ഞാൻ എടുത്ത് കാണിക്കും. എനിക്ക് അവിടെ അങ്ങനെ ഒരു ഐലാഷ് അത് തന്നെയല്ലേ പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മേക്കപ്പ് ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് അട്രാക്റ്റീവ് ആയിരിക്കാൻ പറ്റുന്നത്, നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ എൻഹാൻസ് ചെയ്തിട്ട് നല്ല ഒരു അട്രാക്റ്റീവ് പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു ഫേസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് പൊടിക്കൈകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ എണീറ്റ് റെഡി ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഭയങ്കരമായിട്ട് അടിക്കാനല്ല, എന്നാൽ ചെറുതായിട്ടൊന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം നമ്മളിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് നാച്ചുറലി ഒരു പിങ്ക് ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കും. നിങ്ങളിപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്താലും നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. നമ്മൾ ടാപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് പിൻ ചെയ്തും കൂടെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്കിന്നൊന്ന് ബേക്കപ്പ് ആയതുപോലെ തോന്നും. സോ നല്ല ഒരു ആക്റ്റീവ് ഫേസ് മാതിരി തോന്നും. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇനി മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇത് ചെയ്ത് നോക്കാം. സൂപ്പർ വർക്കിംഗ് ആണ്. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നല്ല ഒരു ലിപ് ബാം നിങ്ങൾ എപ്പോഴും കയ്യിൽ കരുതണം. നിങ്ങൾക്ക് കളറുള്ളതോ കളറില്ലാത്തതോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് മേടിച്ചിട്ട് കയ്യിൽ കരുതുക. അത് നമ്മളെടുത്തിട്ട് നമ്മുടെ ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. ലിപ്സ് ചാപ്ഡ് ലിപ്സും ഡ്രൈ ലിപ്സും അത്ര നല്ലതല്ല. അത് നമ്മുടെ ഒരു സ്കിൻ കെയറിൻ്റെ ഭാഗം കൂടെയാണല്ലോ. അപ്പോൾ അതിലല്ല അത്രയും ഡ്രൈ ആയിരിക്കുന്നത്. സോ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ലിപ് ക്രാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരു ഓക്കോർഡായിരിക്കില്ല. അതൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സപ്പിളായിട്ടുള്ള ലിപ്സ് നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നല്ല ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇത് നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഭാഗമാണ്. ഇത് മേക്കപ്പ് അല്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം. കാര്യം അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. കാര്യം നമ്മുടെ സ്കിന്നിന് നല്ല യങ് ഗ്ലോ തരാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിരിക്കുമ്പോൾ ഇവിടെ വൈറ്റ് പാച്ചസ് ഉണ്ടാവും. അത് അത്ര ഭംഗിയുള്ള കാര്യമല്ല, അത് നല്ലതുമല്ല. സോ നല്ല ഒരു മോയ്സ്ചറൈസർ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് മസ്റ്റായിട്ട് ചെയ്യുക. അത് സ്കിൻ കെയറിൻ്റെ ഭാഗമാണ്. അത് മസ്റ്റായിട്ട് ചെയ്യുക. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അത് ഒരു പ്രൊട്ടക്ഷനാണ്. നമുക്ക് സൺ എക്സ്പോഷർ എന്ന് മാത്രമല്ല, UV ലൈറ്റ്സ് എന്നും അതുപോലെ തന്നെ നമുക്ക് പൊടി ഉണ്ടല്ലോ, പൊടി ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിലാവാതെ നമ്മുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കുറേ നേരം വരെ ആ ഒരു ലെയറിൻ്റെ പുറത്തേ ഉണ്ടാവുള്ളൂ. ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിലോട്ട് അത് എത്തത്തില്ല. എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂട്ടിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഫുൾ ഫേസിൽ ആ പൊടി മൊത്തം അടിച്ചിട്ട് സ്കിൻ നന്നായിട്ട് ഡാമേജ് ആയി, പിഗ്മെൻറ്റേഷൻ വരാൻ തുടങ്ങി. ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഡാർക്ക്നെസ് വന്നിട്ട് ഭയങ്കര മോശമായിരുന്നു. സോ നിങ്ങൾ നല്ല ഒരു സൺസ്ക്രീനും നല്ല ഒരു മോയ്സ്ചറൈസറും ഏത് പ്രായക്കാരാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം അത് നമുക്ക് ഒരു അനാവശ്യ എക്സ്പെൻസ് ആയിട്ടൊന്നുമല്ല. നമ്മുടെ ഒരു സോപ്പ്, എണ്ണ, ഇതൊക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളെ കെയർ ചെയ്യാനല്ലേ. അതുപോലത്തെ ഒരു ഐറ്റമാണ്. സോ അത് മിസ് ചെയ്യരുത്. അത് നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുക. അടുത്തതായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നമ്മുടെ ഐബ്രോസ് ഇപ്പം ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. എൻ്റെ കാര്യം നോക്കണ്ട. കാര്യം കുറേ ആയിട്ട് അത്ര നല്ലതല്ലാത്ത രീതിയിൽ ത്രെഡ് ചെയ്തത് കാരണം എനിക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ള മാതിരി തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറി എൻ്റെ ഫുൾ ഐബ്രോസ് നന്നായിട്ട് വളർന്നതിന് ശേഷം കറക്റ്റായിട്ട് ത്രെഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ക്ഷമയില്ലാത്ത കാരണം ഞാൻ വീണ്ടും പോയി ത്രെഡ് ചെയ്യും. അതുകൊണ്ട് എൻ്റെ ഐബ്രോസിൻ്റെ അവിടെ നല്ല രീതിയിൽ ഗ്യാപ്പും ഒരു അൺഈവനായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് വളരുന്നവരെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് ഐബ്രോസ് ത്രെഡ് ചെയ്ത് അങ്ങനെ ഒരു ഷേപ്പ് കൊണ്ടുവരാൻ താല്പര്യമില്ലെങ്കിൽ പോലും എക്സ്ട്രാസ് മാത്രം റിമൂവ് ചെയ്യുക. നിങ്ങൾ പോയിട്ട് അവരോട് പറഞ്ഞാൽ മതി, എനിക്ക് എക്സ്ട്രാസ് മാത്രം എടുത്താൽ മതി, ആ ഷേപ്പ് ഒന്നും വേണ്ട. കുറച്ച് നല്ല ഡിഫൈൻഡ് ആയിട്ടിരിക്കണം. പക്ഷേ ഒരുപാട് അങ്ങനെ ഷേവ് ചെയ്ത മാതിരി അതൊന്നും വേണ്ട എന്ന് പ്രത്യേകം പറയാം.
അപ്പോൾ അവരെന്ത് ചെയ്യും, നമുക്ക് ആ എക്സ്ട്രാസ് മാത്രം എടുത്തരും. ശ്രദ്ധിക്കുക, അവർക്കൊരു ടെൻഡൻസി കൂടുതലായിരിക്കും എടുക്കാനായിട്ട്, വീണ്ടും വീണ്ടും ത്രെഡ് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ അവരടുത്ത് ഇടയ്ക്കിടയ്ക്ക് കാണിച്ച് തരുന്ന അങ്ങനത്തെ പാർലറിൽ പോയിട്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ നമുക്ക് സേഫാണ്. കാര്യം അവരങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഫുൾ നമ്മുടെ ഐബ്രോസ് എടുത്ത് കളയത്തില്ല. കറക്റ്റായിട്ട് നമുക്കൊരു സ്ട്രക്ചർ നമുക്ക് എവിടെയാണോ കറക്റ്റായിട്ടുള്ളത് അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറയാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം അതങ്ങനെ നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഐബ്രോസ് കോംബ് ചെയ്യുന്ന കുഞ്ഞ് ചീപ്പ് കിട്ടും. നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ആമസോണിലും എല്ലാം വാങ്ങാൻ കിട്ടും. ഈവൻ നമുക്ക് ഉത്സവപ്പുറമ്പെന്ന് വരെ കിട്ടും. അത്രയും ഇൻഎക്സ്പെൻസീവും ചീപ്പുമാണ്. പക്ഷെ ഞാൻ ഇതുവരെ അത് വാങ്ങിച്ചു വെച്ചിട്ടില്ല. എനിക്കത് യൂസ് ചെയ്യാനായിട്ട് അറിയില്ലായിരുന്നു കണ്ടപ്പോഴൊക്കെ. അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചില്ല. ചില ഐബ്രോ പെൻസിലുണ്ടല്ലോ, അതിൻ്റെ ടിപ്പിൽ തന്നെ വരും ആ ചീപ്പ്. പക്ഷെ അത് സൂപ്പർ എഫക്റ്റീവാണ്. ഇപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവണേ. ഞാനിപ്പോൾ സ്പൂളിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ കോമ്പ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ എല്ലാം കട്ട കൂടിയിരിക്കുന്ന ആ ഒരു ഇതൊക്കെ മാറിയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കോംബ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. സോ അത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും മേടിക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും അവൈലബിൾ ആണെന്ന് അറിയാമെങ്കിൽ അവിടെ പോയി പെട്ടെന്ന് മേടിച്ച് വെക്കുക. അത് സൂപ്പറാണ്. 10 രൂപ എന്തൊക്കെയേ ഉള്ളൂ. അടിപൊളിയാണത്. എനിക്ക് അടുത്തതായിട്ട് പറഞ്ഞു തരാനുള്ളത്, നമ്മുടെ ഐലാഷ് നല്ലതായിട്ട് ഇങ്ങനെ വിടർന്നിരിക്കണം. അപ്പോൾ കണ്ണ് കുറച്ചിങ്ങനെ എടുത്ത് കാണിക്കും. അതിന് നിങ്ങൾ മസ്കാര യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ടേ ഇതാ ഇങ്ങനെ ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതി. ചുമ്മാ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് എടുത്തു നോക്കൂ. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. കണ്ടോ? ഇപ്പം തന്നെ കണ്ടോ? എൻ്റെ നേരത്തെ ഇരുന്ന പോലെയാണ്. ഇപ്പം കറക്റ്റായിട്ട് അതൊരു ഇപ്പോഴാണ് ശരിക്കും അവിടെ അങ്ങനെ ഒരു ഐലാഷ് ഉള്ള കാര്യം തന്നെ അറിയാൻ പറ്റുന്നത്. അത്രയും ഡിഫറൻസ് ആണ് ഉണ്ടാകുന്നത്. ഞാൻ ഒരു സെക്കൻഡ് പോലും വെച്ചില്ല, പെട്ടെന്ന് എടുത്തു. അപ്പോൾ നിങ്ങളൊരു 1 മിനിറ്റൊക്കെ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ വെച്ചിരുന്നാൽ മതി. നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഐലാഷ് കളർ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മസ്കാര ഒന്നും യൂസ് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ, പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഐലാഷ് കളറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് നല്ലതാണ്. കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈല് ചെയ്യുക. കാര്യം നമ്മളെപ്പോഴും ഒരേ ലുക്ക്, ഇവിടെ നിന്ന് 2 മുടി എടുത്ത് ഇവിടെ കെട്ടിയിട്ട് അത് തന്നെയല്ലേ പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്നത്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യുക. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സോ ഡ്രസ്സോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യം, എല്ലാ ദിവസവും ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈലാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. കാര്യം കോളേജിൽ ആ സമയത്ത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഓരോ ദിവസവും ഓരോ ഹെയർ സ്റ്റൈല്. കുറച്ച് നോർത്ത് ഇന്ത്യൻസ് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അവരാണ് ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അത് കണ്ട് എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഹെയർ കെയർ ഒക്കെ നന്നായിട്ട് ചെയ്ത് ഹെയറൊക്കെ നല്ല നീട്ടി വളർത്തി ഓരോ ദിവസം ഓരോ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് പോകുമായിരുന്നു. ആ സമയത്ത് എനിക്ക് ഹെയർ കട്ട് ചെയ്യുന്ന ശീലം കുറവായിരുന്നു. അതുകൊണ്ട് ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ലെങ്ത്തിൽ മുടി വളർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഓരോരോ ഹെയർ സ്റ്റൈൽ ഓരോ ദിവസം ട്രൈ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആയിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈൽ വെച്ചിട്ട് ഞാൻ അവിടെ എല്ലാവർക്കും ഫസ്റ്റ് എന്നെ ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ഹെയർ സ്റ്റൈൽസ് ഓർത്തുകൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു. സോ നിങ്ങൾ കോളേജിലാവട്ടെ ഓഫീസിലാവട്ടെ സ്കൂളിൽ ഇപ്പോൾ നമുക്ക് പെർട്ടിക്കുലർ ഹെയർ സ്റ്റൈലേ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. കോളേജിലും നമ്മുടെ ഓഫീസിലൊക്കെ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഓഫീസിലൊക്കെ കുറേ ഓഫീസിൽ നീറ്റ് ലുക്ക് അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. അങ്ങനെയാണെങ്കിൽ പറ്റില്ല. നോർമൽ നിങ്ങൾ IT-ലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. നല്ല ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുക, നിങ്ങളുടെ ലുക്ക് തന്നെ മാറും. നമ്മുടെ ഡ്രസ്സിന് ചേരുന്ന ഹെയർ സ്റ്റൈൽ കൂടെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലിപ് ബാം എടുക്കുക. ലിപ് ബാം എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഈ ഐലാഷസ് ഉണ്ടല്ലോ അതിലോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു ഷൈനിങ് എഫക്റ്റ് തരും. അപ്പോൾ നമ്മുടെ കണ്ണ് കുറേ കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നും. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു ഭംഗിയുള്ള മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ഒരു ലുക്കാണ് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്നത്. വീട്ടിലിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അടിപൊളിയാണ്. നല്ല ഒരു ഫ്രഷ് പിങ്കി ഗ്ലോ ഒക്കെ കിട്ടുന്ന മാതിരി നമുക്ക് തോന്നും. നമ്മുടെ ഫേസ് തന്നെ പക്ഷെ നല്ല രീതിയിൽ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നും. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ള കുറച്ച് ടിപ്സ്. ഇനി ഇത് കൂടാതെ ഏതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.